ജീവനെ പോലെ കാണിക്കാൻ നോക്കിയാ ജീവൻ പോയനെ. റോളിംഗ് ആക്ഷൻ. മാന്യ പ്രേക്ഷകർക്ക് മിന്നൽ ടിവിയുടെ ഇടിവെട്ട് ഫാമിലി എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇടിവെട്ട് ഫാമിലിയിൽ വിജയിക്കുന്ന മത്സരാർത്ഥികൾക്ക് 10 ലക്ഷം രൂപയാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. 10 ലക്ഷം നമുക്ക് സമ്മാനമായിട്ട് നൽകുന്നത് ഈ പരിപാടിക്ക് 10 ലക്ഷം കിട്ടാറുണ്ട്. ഇന്ന് നമ്മളിവിടെ കുടുംബസമേതം ഒരു ഫാമിലി ക്ഷണിച്ചിരിക്കുകയാണ്. റീൽസ് ചെയ്ത് വൈറലായ സാവിത്രി ചേച്ചിയും അദ്ദേഹത്തിന്റെ ഭർത്താവ് പാചകത്തിലൂടെ വൈറലായ മണവാളൻ ചേട്ടനും. വെൽക്കം ടു ഇടിവെട്ട് ഫാമിലി. നമസ്കാരം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ചേട്ടാ ഇരിക്ക്. ചേട്ടാ ഇരിക്ക്. ചേട്ടാ ഇരിക്ക്. അല്ല ആരെങ്കിലും ഇരിക്കും, രണ്ടെങ്കിലും ഇരിക്കും. അല്ല ഇതെന്താ, ഞാൻ ആദ്യം ഇരുന്ന ചേട്ടൻ ഈഗോ അടിക്കും, ചേട്ടൻ ആദ്യം ഇരുന്ന ഞാൻ ഈഗോ അടിക്കും. ഈഗോ അല്ല, ഇവിടെ തന്നെ അടിക്കും, അതാ പ്രശ്നം. രണ്ടുപേരും കൂടെ ഇരിക്കാതെ. അപ്പൊ എന്നാ പിന്നെ നമുക്ക് രണ്ടുപേർക്കൂടെ റെഡി 1 2 3. എന്താ അപ്പൊ നമ്മുടെ പരിപാടികൾ ആരംഭിക്കുകയാണ്. ഇടിവെട്ട് ഫാമിലി. ഇരിക്കില്ലേ? ഞാനോ? ഇല്ല, ഞാനിവിടെ ഇതിന്റെ ഇത് ഇരിക്കുന്നു, ചുമ്മാ കാല് കഴച്ചു. ഷോ എന്ന് വിളിച്ചാൽ അവള് നല്ല തെറി വിളിച്ചു പറയുന്നു. അവളെ വിളിച്ചല്ലെന്ന്, ഞാൻ ഷോയുടെ ആങ്കറാണ്. വേണം എല്ലാം ചെയ്യാൻ. ആ പുള്ളി നിന്ന് ചെയ്തോളും, ചേട്ടൻ അവിടെ ഇരിക്കും. പ്രിയമുള്ളവരെ പ്രേക്ഷകരെ, നമ്മൾ ഇടിവെട്ട് ഫാമിലിയുടെ ഈ ഷോയുടെ ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുടുംബ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന മണവാളൻ ചേട്ടനും സാവിത്രി ചേച്ചിക്കും നമ്മൾ ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. 10 ലക്ഷം രൂപ. അത് വിട്ടുപോയ രണ്ട് ടാസ്ക് ആണ് നമ്മൾ സാധാരണ ഇവിടെ ചെയ്യുന്നത്. ആ ടാസ്കിൽ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപയാണ് സമ്മാനം കേട്ടോ. നമ്മള് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ചേച്ചി റീൽസ് ചെയ്താണ്. അപ്പൊ റീൽസിന്റെ വിശേഷങ്ങളാണ്. റീൽസിന്റെ വിശേഷം എന്ന് വെച്ചാൽ ആരെങ്കിലും എടുത്തു വെച്ച് കയറ്റി വെച്ചേക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ ഇങ്ങനെ എടുത്തു വെക്കുക, അതിന്റെ ലിപ്പ് അങ്ങോട്ട് അനക്കുക. 4 മില്യൺ 5 മില്യൺ ഒക്കെ വ്യൂവേഴ്സ് നമുക്ക് ഇങ്ങനെ വരും. അങ്ങനെയാണല്ലേ? ആരെങ്കിലും വെച്ചിട്ടാക്കി വെച്ചേക്കുന്ന സാധനം നമ്മൾ എടുത്ത് കഴിക്കുന്നു, അത് നമുക്ക് വൈറലാകുന്നു. അത്രേ ഉള്ളൂ റീൽസ്. അപ്പൊ ഈ ചേട്ടൻ ഈ പാചകത്തിലൂടെയാണല്ലോ വൈറലായത്, ഈ കുക്കറി ഷോ ചെയ്തിട്ട്. അപ്പൊ അതെങ്ങനെയാണ് ഈ കുക്കറി ഷോയുടെ? എനിക്ക് ഈ പുക്കിളിന്റെ കച്ചവടം ഉണ്ടായിരുന്നു. പിക്കിളിന്റെ കച്ചവടമാണ്. എന്ന് വെച്ചാ ഈ അച്ചാറ്. അച്ചാറാണ് ചേട്ടൻ? ഞാൻ മാങ്ങ അച്ചാറ്, നാരങ്ങ അച്ചാറ്, വടുകപ്പുളിയൻ. വടുകപ്പുളിയൻ നല്ല. ഞാൻ ഈ വടുകപ്പുളിയുടെ ഒരു ആരാധകനാണ്. പ്രോഗ്രാം കഴിയുമ്പോൾ എനിക്ക് ഇച്ചിരി വടുകപ്പുളി അച്ചാർ തരണം. എന്റെ പൊന്നൂഞ്ഞ, നീ ആ വടുകപ്പുളി ഒന്നും തിന്നല്ലേ. അത് തിന്നു കഴിഞ്ഞാൽ നിന്റെ ഉച്ചയിരിക്കുന്ന പേൻ വരെ ഇറങ്ങി ഓടിക്കളയും, അത്രയ്ക്ക് പുളിയായിന്. അത് മാത്രമല്ല, എനിക്ക് ബക്കറ്റ് ചിക്കന്റെ പരിപാടി ഉണ്ട്. ഈ കൊറോണ കഴിഞ്ഞ പിന്നെ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. പ്രേക്ഷകരെ, ഈ മണവാളൻ ചേട്ടന് ബക്കറ്റ് ചിക്കന്റെ പരിപാടി ഉണ്ട്. എങ്ങനെയാണ് ഈ ബക്കറ്റ് ചിക്കന്റെ വിശേഷങ്ങൾ? ബക്കറ്റ് ചിക്കൻ ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ കഴിച്ചവരൊക്കെ ഭയങ്കര ടേസ്റ്റ്. ഇടയ്ക്ക് പ്ലാസ്റ്റിക്കിന്റെ ചോ വരുമെന്നേ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റാണ്. പ്ലാസ്റ്റിക്കിന്റെ ഈ പ്ലാസ്റ്റിക് ബക്കറ്റിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് കുഴഞ്ഞു കൂടി ഇങ്ങനെ ഉരുകി പിടിക്കൂല. അതിന്റെ ചെറിയ ടേസ്റ്റ് ഉള്ളു, കുഴപ്പമില്ലെന്ന്. ഞങ്ങൾ രണ്ടുപേരോടൊന്ന് വെട്ടി മാറ്റി അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. പ്ലാസ്റ്റിക് ബക്കറ്റ് ചിക്കൻ. എന്തായാലും നിങ്ങൾ വൈറലായല്ലോ, അതുകൊണ്ടാണ് 10 ലക്ഷം രൂപയാണ് കേട്ടോ സമ്മാനം. 2 ടാസ്ക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റുള്ള വിശേഷങ്ങളാണ് ചോദിക്കുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട് കുടുംബജീവിതം? എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? ഞങ്ങൾ 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടിയത്? ഞാൻ ഈ അച്ചാർ കച്ചവടം ഉണ്ടല്ലോ, ഈ അച്ചാർ കച്ചവടമായിട്ട് ഞാൻ ഒരു ദിവസം ഇവിടെ വീട്ടിൽ ചെന്നപ്പോ ഇവിടെ മുറ്റത്ത് നിന്ന് റീൽസ് ചെയ്യുവേ. എന്റെ കയ്യിൽ നിന്ന് അച്ചാർ മേടിച്ച പൈസ തന്നില്ല. പിറ്റേ ദിവസം ഞാൻ ഈ പൈസ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമായി. പിന്നെ അവളത് മൊബൈലിലെടുത്ത് അത് വൈറലാക്കി. അങ്ങനെ വൈറലായി അങ്ങനെയാണ് ഞങ്ങൾ. ചേട്ടൻ എപ്പോ വീട്ടിൽ വന്നാലും ഞാനപ്പോ അത് മൊബൈലിൽ എടുക്കും, ഞങ്ങളങ്ങ് വൈറലാവും. അപ്പൊ ഞങ്ങൾ ഒന്നിച്ചാൽ വൈറലാവുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചു, എന്റെ റീൽസ് പാർട്ണർ ആവാന്ന് ചോദിച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞു എന്നെ ലൈഫ് പാർട്ണർ ആവോന്ന്. അങ്ങനെ റീൽസ് പാർട്ണർ ലൈഫ് പാർട്ണറായി. പാർട്ണറായി ഒരുമിച്ച് ജീവിക്കുന്ന സന്തോഷം. പ്രേക്ഷകർക്ക് ഇനി അറിയേണ്ടത്, നിങ്ങൾ ഈ വിവാഹം കഴിഞ്ഞ് നമ്മളൊക്കെ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരാണ് നിങ്ങൾ. ആണല്ലോ, യാത്രകൾ ചെയ്തിട്ട് അതിൽ രസകരമായ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പ്രേക്ഷകർക്ക് ഒന്ന് പങ്കുവയ്ക്കാൻ നമുക്ക്. മറ്റേ പറയട്ടെ, മടിയിലോട്ടങ്ങ് ഇൻട്രസ്റ്റ്. അതങ്ങനെയാണല്ലോ. അതെന്താന്നറിയാ, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കാണ്. പറയുക എന്താണ് രസകരമായ ഒരു അനുഭവങ്ങൾ? അത് വേറൊന്നല്ല, കിടക്കുവാണോ? ഞങ്ങള് ഹണിമൂണിനെ ഊട്ടിക്ക് പോയൊരു കഥയുണ്ടായിരുന്നു. പറ ഇനിയിപ്പോ എന്താന്നറിയാ? അയ്യോ
എന്നാ നീ അവിടെ ഇരിക്കും, ഞാൻ ഇവിടെ ഹണിമൂണിന് നീ ഹണിമൂണിന് ഊട്ടിക്ക് പോകാൻ വേണ്ടിട്ടേ ഞങ്ങൾ ട്രെയിനിലാ പോയി. നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു 5-6 ഗുഹയുണ്ടല്ലോ, ഗുഹയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ എനിക്കത് ഓർമ്മ. ആദ്യത്തെ ഗുഹയിലോട്ട് അങ്ങോട്ട് എത്തുവേ ഈ ചേട്ടനുണ്ടോ, കല്യാണം കഴിഞ്ഞിട്ട് 2-3 ദിവസമേ ആയിട്ടുള്ളേ. ചേട്ടനാണെങ്കിൽ എന്നെ ഇറുക്കി പിടിച്ചോട്ടോ ഒറ്റ ഉമ്മ. എന്നിട്ട് ഇത് കേക്ക്. പിന്നെ ഒരു 10-12 ഗുഹയുണ്ടായിരുന്നേ. ഈ 12 ഗുഹ എത്തുമ്പോഴും ഈ ചേട്ടനെ ഇറുക്കി പിടിച്ച് ഉമ്മ വെക്കുക. രസകരമായ അനുഭവങ്ങളാണ് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെച്ചോണ്ടിരിക്കുന്നത്. ആങ്കർ കേക്കണേ. എന്റെ ലൈഫിൽ ഇതുപോലൊരു ഉമ്മ എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. അതുപോലത്തെ ഉമ്മയായിരുന്നു. ഒരു മിനിറ്റ് എന്നാ പറഞ്ഞടി? ഓരോ ഗുഹയിലെത്തുമ്പോഴും ചേട്ടൻ എന്നെ ഇറുക്കി പിടിച്ച് ഉമ്മ വെക്കുമായിരുന്നു. എന്റെ സാറെ ട്രെയിനെ കയറിയ എനിക്ക് പേടിയാ. പിന്നെ ഗുഹ ഇരുട്ടെന്ന് പറഞ്ഞാൽ അതിലും പേടിയാ. ഞാൻ കണ്ണടച്ചിരിക്കും. അത് വേറെ ആരാണ്ട് ഉമ്മ വെച്ചേന് നീ എന്റെ തല വെച്ച് കെട്ടലോടി. അപ്പൊ ആരാണ്ട് എന്നെ ഉമ്മ വെക്കുന്നത് നിങ്ങൾ നോക്കിയിരുന്നല്ലേ? ആരാണ്ട് എന്നെ ഉമ്മ വെക്കുന്നത് ഞാൻ മേടിക്കോ, പൈസ മേടിക്കോ. നിങ്ങളത് പറഞ്ഞില്ലല്ലോ. ഞാൻ എവിടെ വെച്ച് ഉമ്മ വെച്ചെന്ന് നീ പറയണത്? ഗുഹയ്ക്കകത്ത് വെച്ച് ഉമ്മ വെച്ച്. ഗുഹയ്ക്കകത്തോ? നിർത്ത്. എനിക്കൊരു അബദ്ധം പറ്റിയതാണേ. ഇത് നിനക്ക് അബദ്ധം പറ്റിയെന്ന് ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയതാണെന്നാണ് ഞാൻ പറഞ്ഞത്. പോയി. അല്ല അത് പോട്ടെ, നമുക്ക് അത് എനിക്കത് മനസ്സിൽ നിന്ന് പോകത്തില്ല. അത് വിട്ടുകള. എന്തിനാണ് ആവശ്യമില്ലാത്ത. ഇനി അടുത്തായിട്ട് 2 ടാസ്ക് ആണ് നമുക്കുള്ളത് കേട്ടോ. ഒന്നുമില്ല. ഹലോ, ടാസ്ക് ആരംഭിക്കാം. 10 ലക്ഷം രൂപ പ്രൈസ് മണി. 10 ലക്ഷം രൂപ അങ്ങനെ മൂടൊന്നും പോത്തില്ല. അതാരോ ചെയ്ത തെറ്റു. അതിനിപ്പോ എന്താ 10 ലക്ഷം രൂപ പറ. ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ടാസ്ക് ആണ് ഇവിടെ ഉള്ളത്. തിരിഞ്ഞും മറിഞ്ഞും. ചേട്ടാ അങ്ങനെയല്ല, ഇങ്ങനെയായിരിക്കും. അതല്ല പിന്നെ ഇരിക്കെ ക്യാരക്ടർ നമ്മൾ മാറണം. മനസ്സിലായോ? ക്യാരക്ടർ മാറണം. നിങ്ങള് ഇപ്പം ഭാര്യയും ഭർത്താവുമാണ്. നിങ്ങള് ഭാര്യയാകണം, ഇത് ഭർത്താവാകണം. അതാണ് നമ്മുടെ മീശ എങ്ങനെ വെക്കും? അല്ല, മീശ വെക്കണ്ട. മീശ വേണ്ട. നമ്മൾ വീട്ടിൽ സാധാരണ നമ്മൾ ദിനചര്യ ചെയ്യുമല്ലോ. ഇപ്പൊ രാവിലെ ഉദാഹരണത്തിന് ദിനചര്യകൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ചേച്ചി ചായ കൊണ്ട് കൊടുക്കൂല്ലോ. അത് നമ്മൾ തിരിച്ചു ചെയ്യണം. നിങ്ങളാണും പെണ്ണും. ശരി, അത്രല്ലേ ഉള്ളൂ. നമ്മുടെ ടാസ്ക് ഭയങ്കര ഇതാണ്. 10 ലക്ഷം രൂപയല്ലേ? 10 ലക്ഷം രൂപയാണ് ടാസ്ക് ജയിച്ചു കഴിഞ്ഞാൽ. ശരി, പ്രശ്നം. നമ്മുടെ ടാസ്ക് ആരംഭിക്കാണ്. ഓക്കെ. ഇന്നത്തെ പത്രത്തിൽ വലിയ ന്യൂസ് ഒന്നും ഇല്ലല്ലോ. ഇത് സാവിത്രി 1 2 3 ഒന്നും പറയണ്ട. നേരെ അങ്ങ് ചെന്നു. 1 2 3 അല്ല, സാവിത്രി വിളിച്ചാ. സാവിത്രി ചായ ഉണ്ടോ നോടി? മധുരമില്ലാത്ത ചായ കൊണ്ടുവരുന്നേ. നിനക്കറിയത്തില്ല എനിക്ക് മധുരം വേണമെന്ന്. ചേട്ടന് ഷുഗർ അല്ലേ? ചേട്ടന് ഷുഗർ വന്ന് നീ തീരുമാനിച്ചാൽ മതി. ചേട്ടന് ഷുഗർ വന്ന് നീ തീരുമാനിക്കുന്നത്. എന്തോ എനിക്ക് ഒന്നാമത് മനസ്സിൽ കിടക്കുക മറ്റേ സംഭവം. ഗുഹയിലേക്ക് പോകണ്ട, പ്ലീസ്. ഗുഹയിലേക്ക് പോകണ്ട. ഒന്നാമത്തെ ടാസ്ക് ഏകദേശം നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. ഫൈനലിൽ നമുക്ക് മാർക്ക് പറയാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ പുതുമയൊന്നും ഇല്ലായിരുന്നു. പുതുമയില്ലായിരുന്നു. രണ്ടാമത്തെ ടാസ്ക് ഞങ്ങളുടെ വീട്ടിലെന്നും ഇങ്ങനെ തന്നെ. ശബ്ദം മാറ്റിന്നുള്ളൂ ഇവിടെ. ആണോ? ചേട്ടൻ എന്നും എനിക്ക് ബെഡ് കോഫി കൊണ്ട് തരുന്നേ. ഇങ്ങനെ തന്നെയാണല്ലേ വീട്ടില്? എന്തായാലും നമുക്ക് പുതുമയുള്ളത് പുതുമയുള്ളത് അടുത്ത നമുക്ക് പാത്ര സൃഷ്ടിയാണ്. പാത്ര സൃഷ്ടി. പാത്രമാകണം. നീ അണ്ടാവും, ഞാൻ കിണ്ടിയാവും. അങ്ങനെയാണോ? അതാണോ? അങ്ങനെയാണോ ഞാൻ പറയണേ? പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മളൊരു കഥാപാത്രമാണ്. ഇപ്പൊ നിങ്ങളൊരു ക്യാരക്ടർ ആയില്ലേ? ഭാര്യ ഭർത്താവാകുന്നു, ഭർത്താവ് ഭാര്യ. അതുപോലെ തിരിച്ച് നമ്മൾ വേറൊരു ക്യാരക്ടറാണ്. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 3 വർഷം. അപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിലേക്ക് വരികയാണ്. വരുമ്പോൾ ഭർത്താവ് ഭാര്യയുടെ ഒരു ഡയലോഗ് പറയുന്നു, ഭാര്യ അതിന് മറുപടി പറയുന്നു. ഈ ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ സിന്ദൂരം ചാർത്തി ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഡയലോഗ് ഞാൻ പറഞ്ഞു തരും. ഇപ്പൊ നിങ്ങൾ ആദ്യം ചെല്ലണമല്ലോ. അപ്പൊ സിന്ദൂരം സിന്ദൂരില്ലേ? ഇല്ല. അയ്യോ, അത് പറഞ്ഞില്ലല്ലോ. അത് സിന്ദൂരം കൊണ്ടുവന്ന് പറഞ്ഞു. സിന്ദൂരം അല്ല, ആക്ഷൻ കാണിച്ചാൽ മതി. അല്ല വേണ്ട, ഞാൻ അതിൽ കത്തിയുണ്ട്. ഞാൻ ഈ പാചകക്കാരനായ
കൈ മുറിച്ചിട്ട് അയ്യോ ഞാൻ തൊട്ടാ മതി. അതൊന്നും വേണ്ട. അല്ല അത് ചെയ്യാം, കാരണം 10 ലക്ഷം രൂപ കിട്ടണമല്ലോ, ഞാൻ ചെയ്തോളാം. അല്ല ടാസ്ക് നമ്മൾ എത്രയ്ക്കും റിസ്ക് എടുക്കുന്നു അത്രയ്ക്കും നമുക്ക് അതല്ലേ? പൈസ കിട്ടും. അതിനല്ല, അതെ. എന്നാൽ അത് റിസ്ക് ആണോ വേണ്ട? ചേട്ടൻ മുറിക്കണം, എനിക്ക് ചോര കണ്ട വെപ്രാളം വരും. നീ ഇങ്ങോട്ട് നോക്കാതിരുന്നാ മതി, അങ്ങ് പറഞ്ഞാ മതി. ഓക്കെ കേട്ടോ, ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തോളാം. എന്നാ അതെ, പറഞ്ഞു തരുമോ? നമുക്ക് ടാസ്ക് ആരംഭിക്കാം. ആ, എന്താ രണ്ട് ഡയലോഗ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങോട്ട് പറയും. പ്രിയ, എന്റെ ജീവിതത്തിൽ നിന്നെ ഭാര്യയെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു നിങ്ങൾ. ചേട്ടൻ പ്രിയ, നിന്നെ എന്റെ ഭാര്യയായിട്ട് തെറ്റിക്കല്ലേ ചേട്ടൻ. സ്വീകരിച്ചിരിക്കുന്നു. പ്രിയേ, ആ നിന്നെ ആ എന്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. കറക്റ്റ്. അങ്ങനെ ഇത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പറയുന്ന ഡയലോഗ്, ഉത്കർഷമായ ആത്മഹർഷത്തോടെ നിങ്ങളെ ഞാൻ എന്റെ പ്രതിശ്രുത വരനായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞേ. ഉത്കർഷമായ ആത്മഹർഷത്തോടെ നിങ്ങളെ ഞാൻ എന്റെ പ്രതിശ്രുത വരനായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. നിസാര സംഭവല്ലേ ഈ പറഞ്ഞു കഴിയുമ്പോ തന്നെ ചേട്ടൻ ആ ഡയലോഗ് കഴിയുമ്പോഴല്ലേ? ഓക്കെ. പെട്ടെന്നാട്ടെ കേട്ടോ. പേടിയാ. ഞാൻ മുറിക്കുമ്പോ ഇങ്ങോട്ട് മുറിച്ചിട്ട് തിരിഞ്ഞു നിന്ന് മുറിച്ചു, എനിക്ക് പേടിയാ. അതാ തിരിഞ്ഞു നിന്ന് മുറിക്ക്. അപ്പൊ ആക്ഷൻ പെട്ടെന്നാട്ടെ. പ്രിയേ, എങ്ങനെയാ? പ്രിയ, എന്റെ ജീവിതത്തിലേക്ക് നിന്നെ ഞാൻ ഭാര്യയായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. പ്രിയേ, നിന്നെ എന്റെ ജീവിതത്തിലേക്ക് ഭാര്യയായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. മുറിച്ചോ. പറ ഡയലോഗ്. അല്ല, പുള്ളി വരുമ്പോഴേ ഞാൻ പറഞ്ഞോളാരോ. പറ ചോര വന്നു. പറയടി. ചോര ഉത്കൃഷ്ടമായ ചോര പോകണം. അതൊന്ന് പറഞ്ഞേ. ഉത്കൃഷ്ടമായ ഉത്കൃഷ്ടമായ ആത്മഹർഷം ചോര വരുന്ന ഉത്കൃഷ്ടമായ. ആ ഗെയിം ഇനി നടക്കൂല. എന്ത് കോപ്പാടി നീ കാണാപ്പാടം പിടിച്ചിട്ട് ഈ ചോര പെട്ടെന്ന് അല്ല, മാഡം തെറ്റിക്കൊന്നും പറഞ്ഞില്ല. മാഡം കൃത്യമായിട്ട് പറയുന്ന എനിക്കറിയാം. നോക്കിക്കോളൂ. നിങ്ങളെ ഞാൻ ഓക്കെയാണോ? ഓക്കെ. അല്ല, ഇനിയിപ്പം ഈ ചോര തന്നെ മതി, കുഴപ്പമില്ല. ഇനി ആ ചോര പറ്റി ഞാൻ കുടിച്ചു തീർത്തില്ലേ? ഇനി ഉണ്ടാവില്ലല്ലോ, അത് ആണോ? ഉണ്ടാവില്ല ഇനി. ഇനിയിപ്പോ എന്താ ചെയ്യും? അല്ല, 10 ലക്ഷം രൂപ ടാസ്ക് നടക്കും. നിങ്ങൾ എത്രത്തോളം റിസ്ക് എടുക്കുന്നു അത്രത്തോളം നമുക്ക് പൈസ ഇങ്ങനെ വന്ന് ചേരുകയാണ് കേട്ടോ. ഞാൻ ഒരു കാര്യം ചെയ്താലോ, ടാസ്ക് അല്ലേ, ആ ഞരമ്പങ്ങ് മുറിച്ചാലോ? അയ്യോ, അല്ല, അത് കുഴപ്പമില്ല. അല്ലെന്ന് 10 ലക്ഷം രൂപ കിട്ടണല്ലേ? 10 ലക്ഷം രൂപ സമ്മാനം. ഡയലോഗ് പറയുന്ന അപ്പൊ തന്നെ ഞാൻ തോർത്തിട്ട് ഇവിടെ കിട്ടുന്നു. നേരെ ഹോസ്പിറ്റലിൽ 10 ലക്ഷം രൂപ 1 ലക്ഷം രൂപ ഞരമ്പൊന്ന് കൂട്ടി കെട്ടിയാൽ മതി. അത്രേ ഉള്ളൂ പരിപാടി. ഒരു മിനിറ്റ്. ഉത്കൃഷ്ട കഴിഞ്ഞെന്തായിരുന്നു? ആത്മഹർഷം. തെറ്റിക്കത്തില്ല. പ്രിയേ, എന്തോ നിന്നെ എന്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഓക്കെയാണോ? ഓക്കെ. മാറിയെന്ന് മുറിക്ക്. എനിക്ക് പേടിക്കാൻ മാറിയെന്ന് മുറിക്ക്. എടി വേഗം പറയണം കേട്ടോ, ഇത് ചോര പറഞ്ഞിട്ടോ. അയ്യോ, എടി ചോര പോയി, ഞാൻ ചാവുന്നു. ഇവളെന്തോ ഈ കാണികമായ ഉത്കൃഷ്ടമായ ആത്മഹർഷത്തോടെ എന്റെ അമ്മേ, ഞരമ്പ് മുറിക്കാൻ എന്റെ ചേട്ടാ എന്റെ ഭർത്താവ് ചോർന്ന വാർത്ത തീർന്നടാ. നീ എന്ത് പരിപാടിയോ കാണിച്ചേ? നീ ഇവിടെ എന്ത് പരിപാടിയോ കാണിച്ചേ? പറഞ്ഞില്ലല്ലോ ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട്. വായിക്കൊള്ളാത്ത ഡയലോഗ് എടുത്ത് വെച്ചിട്ടാണോ മനുഷ്യനെ പറ്റിക്കുന്നത്? എഴുതി വെച്ചേക്കുന്നത് നിന്റെ സാധനങ്ങൾ നിന്നെ കൊല്ലുന്നിന്റെ ഇടിവെട്ട് ഫാമിലി കുന്നോളെന്തിനെ? അവന്റെ ഒരു വന്ന ഡയലോഗ്, ഉത്കൃഷ്ടമായ ആത്മഹർഷത്തോടെ നിന്നെ പ്രസുദ്ധ വധുവായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അതാണ് എത്ര വലിയ കാര്യം. ഇത് ആദ്യമേ അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ?